ഹലോ ഡേസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് തിരക്കുകളിലായിരുന്നു. അപ്പോൾ തിരക്കുകളിൽ നിന്നൊക്കെ ഒരു ഇടവേള കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നല്ലൊരു പടം കാണുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും വൈകിയാണെങ്കിലും ഞാനും പോയി കാണാൻ ഇന്ന് തീരുമാനിച്ചത് ഇപ്രാവശ്യം നുണക്കുഴിക്കാണ്. ചില സമയത്തൊക്കെ റാൻഡമായിട്ട് ഇങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങുമ്പോൾ ഞാൻ ഏത് പടത്തിനാ പോവുക എന്നുള്ളത് എൻ്റെ മൂഡിനെ മാത്രമാണ് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യാറ്. അങ്ങനെ പോകുന്ന ആളുകളുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ചിലപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പടം കാണാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടാറില്ല. അപ്പോൾ ഇന്നലെ എനിക്ക് ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് എക്സോസ്റ്റഡ് ആയി ഒന്ന് കാമായിരിക്കണം എന്നുള്ളതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവിക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നുണക്കുഴി, നമ്മുടെ ജിത്തു ജോസഫ് ചിത്രമായിട്ടുള്ള നുണക്കുഴിക്കാണ് പോകാൻ തീരുമാനിച്ചത്. ഓൾറെഡി ഇതിൻ്റെ കുറച്ച് റിവ്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഒരു കോമഡി പടമാണെന്ന് എനിക്ക് അറിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയത്. യെസ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നുണക്കുഴി എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്കിതിൽ പറയാനുള്ളത്, ഇതിനൊരു ഫ്രഷ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കഥ ഇതിലൊന്നും ഒരു പുതുമയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവരെടുത്ത ആ ഒരു രീതി, മേക്കിങ്ങിൽ കുറേ നല്ല രസങ്ങളുണ്ട്. ഈ ഒരു സിനിമ കണ്ടിറങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പണ്ട് കാലത്തെ ഒരു സിനിമ സ്റ്റൈൽ ഉണ്ടല്ലോ. ഇവിടെ നിന്നൊക്കെയോ കഥകൾ കുറേ കുഞ്ഞു കുഞ്ഞു കഥകൾ വരുന്നു. അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും എല്ലാ ക്യാരക്ടേഴ്സ് തമ്മിലും കണക്ഷൻസ് വരുന്ന പണ്ടത്തെ ഒരു പ്രിയദർശൻ വൈബിലൊക്കെയാണ് എനിക്ക് ഈ ഒരു സിനിമ. നുണക്കുഴി എന്നുള്ള പേര് രണ്ടു തരത്തിൽ നോക്കാം. വളരെ ക്യൂട്ട്നെസ് ആയിട്ട് നുണക്കുഴിയുള്ള ആളുകൾ എന്ന് പറയാം. അതേസമയം നുണകൾ കൊണ്ട് കുഴിയിലേക്ക് വീഴുന്ന കുറച്ച് ആളുകളുടെ കഥയായിട്ട് മാറും. അപ്പോൾ നുണയെ കൊണ്ട് കുഴിയിലേക്ക് വീഴുന്ന വളരെ കുറച്ച് കഥാപാത്രങ്ങൾ കൂടെ ചുറ്റിപ്പറ്റി പോകുന്ന ഒരു സിനിമ. നല്ല രസമുണ്ട് ആദ്യത്തെ ഹാഫൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ബേസിൽ ജോസഫിന്റെ തന്നെയാണ്. മൂപ്പരുടെ ആ നിഷ്കളങ്കമായ നോട്ടിനെസ് ഉള്ള ആ ഒരു മുഖത്ത് നിന്ന് തരുന്ന എക്സ്പ്രഷൻസ് ശരിക്കും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. തിയേറ്ററിലൊക്കെ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന ഓഡിയൻസ് ഒക്കെ ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ നല്ല ചിരി തന്നെയായിരുന്നു കേട്ടോ. നിഖില വിമലിന്റെ പെർഫോമൻസ് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടൈപ്പ്കാസ്റ്റ് ചെയ്യപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഗ്രേസ് ആന്റണി ആസ് ഓൾവേസ് എക്സ്പെക്റ്റഡ് നല്ല രസമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ബൈജു ചേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടറാണ്. വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ റിച്ച് മോൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്ന കുറേ സീനുണ്ട്. ബേസിക്കലി നമ്മുടെ ബേസിലിന്റെ ക്യാരക്ടർ വളരെ റിച്ച് ആണ്. അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഒക്കെ നന്നായിട്ട് തിയേറ്ററിൽ കുറേ ചിരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പലരും വളരെ മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെയാണ് പറഞ്ഞത്. ബട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ ഫാമിലി ആയിട്ട് ഒരു സൺഡേ ഈവനിങ് അല്ലെങ്കിൽ ഒരു സാറ്റർഡേ ഈവനിങ്ങിനൊക്കെ വളരെ സന്തോഷത്തോടെ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും മലയാളത്തിൽ അങ്ങനത്തെ സിനിമകൾ നമുക്ക് ആവശ്യമാണ്. അത്തരത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. നന്നായിട്ട് സ്ലാപ്റ്റിക്സ് കോമഡികളൊക്കെ വർക്ക് ആവുന്നുണ്ട്. മനോജ് കെ ജയൻ ഇതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. പിന്നെ പേഴ്സണലി എനിക്കിതിൽ ഫീൽ ചെയ്തൊരു നെഗറ്റീവ് അല്ല, എന്നാലും എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് അത്ര ഒരു എൻഗേജിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറേ സാധനങ്ങൾ ഇങ്ങനെ ആഡ് ഓൺ ആവുന്നുണ്ടെങ്കിൽ പോലും അത്രത്തോളം വലിയൊരു ഇത് എനിക്ക് സുഖമായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് പടം നന്നായിട്ട് രസമായിട്ട് തന്നെ കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നുണക്കുഴി നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. സോ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.